വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ലെറ്റസ് റീഡ്. നമുക്കൊന്ന് വായിക്കാം അല്ലേ? ഗ്രീറ്റിങ്സ്. എന്തായി ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങളെന്നാ മലയാളത്തിൽ പറയുന്നത്. അഭിവാദ്യം ചെയ്യുന്നതിനാണ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നതല്ലേ. ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യുന്നത് എന്നാണ് ഇവിടെ പഠിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് നോക്കാമേ. വെൻ ഐ മീറ്റ് സമ്മൺ, ഞാൻ ആരെയെങ്കിലും കാണുമ്പോൾ. ഐ സേ നമസ്തേ, ഞാൻ നമസ്തേ എന്ന് പറയും. ഞാൻ പറയുന്നത് എന്താണ്? ഐ സേ നമസ്തേ. ഈ നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തേ നമ എന്നാണ്. ഞാൻ അങ്ങയെ നമിക്കുന്നു, അല്ലെ ഞാൻ നിങ്ങളെ നമിക്കുന്നു എന്നാണ്. നമിക്കുക മീൻസ് വന്ദിക്കുക. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു എന്നാണ് നമസ്തേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇല്ലേ? അപ്പോൾ അതൊരു നമസ്തേ എന്ന് പറയുന്നൊരു അഭിവാദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദി മോർണിംഗ്, രാവിലെ ഞാൻ ആരെങ്കിലും കാണുക എന്ന് വെച്ചു. ഐ സേ ഗുഡ് മോർണിംഗ്, ഞാൻ അവരോട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദ മോർണിംഗ് ഐ സേ ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ആരെയെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെ കാണുമ്പോൾ ഞാൻ എന്താ പറയുക? ഐ സേ ഗുഡ് മോർണിംഗ്, ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയും. വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദി ആഫ്റ്റർനൂൺ, വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദി ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞ് ഞാൻ ആരെങ്കിലും കാണുമ്പോഴല്ലോ ഐ സേ ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ പറയുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ്. വെൻ ഐ മീറ്റ് സമ്മൺ ഇൻ ദി ഈവനിങ്, വൈകുന്നേരം ഞാൻ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഐ സേ ഗുഡ് ഈവനിങ്, ഞാനവരോട് പറയുന്നത് ഗുഡ് ഈവനിങ് എന്നാണ്. വെൻ ഐ ഗോ ടു ബെഡ് ഐ സേ ഗുഡ് നൈറ്റ്, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നോക്കിയേ, ഓരോ സമയത്തും വ്യത്യാസപ്പെട്ട ഗ്രീറ്റിങ്സ് ആണുള്ളത്. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ്, രാത്രിയിലാണെങ്കിൽ കിടക്കാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ്. രാത്രി നമ്മൾ ആദ്യമായിട്ടുള്ള കാണുമ്പോൾ നമ്മൾ ഗുഡ് ഈവനിങ് പറഞ്ഞാൽ മതി, കേട്ടോ. രാത്രിയിൽ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഗുഡ് ഈവനിങ് പറയുക. നമ്മൾ അവരെ പിരിഞ്ഞു പോകുമ്പോൾ, അവരോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. രാത്രിയിൽ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഗുഡ് ഈവനിങ് ആണ് പറയുന്നത്. നമ്മൾ അവരെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാം. അങ്ങനെയാണ് വേണ്ടത്, കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റസ് റൈറ്റ്. 16ാമത്തെ പേജാണ് കേട്ടോ. ലെറ്റസ് റൈറ്റ്, നമുക്കൊന്ന് എഴുതാം എന്നാ പറയുന്നത്. നമുക്കൊന്ന് എഴുതാം. നോക്കാം എന്നാന്ന്. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ്. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ്. വാക്കുകളുമായിട്ട് പടം ഒന്ന് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അവിടെ എഴുതിയിട്ടുണ്ട്, സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസുമായിട്ട് പടം ഒന്ന് മാച്ച് ചെയ്യത്തക്ക രീതി എഴുതണം. മാച്ച് ചെയ്തതിന് നിങ്ങളിങ്ങനെ പെൻസിൽ കൊണ്ട് മാച്ച് ചെയ്യുന്ന പടത്തിലോട്ട് വരച്ചാൽ മതി. ഐ കോംബ് മൈ ഹെയർ, ഞാൻ എൻ്റെ മുടി ചീകുന്നു. കണ്ടില്ലേ, പടത്തിൽ 2ാമത്തെ പടമാണ്. ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ടെന്നൊരു പയ്യ കണ്ടു മുടി ചീകുന്നത്. അതാ. അപ്പം ഐ കോംബ് മൈ ഹെയർ എന്ന സ്ഥലത്ത് നിന്ന്, ആ സെൻറ്റൻസിൽ നിന്ന് ഒരു പെൻസിൽ കൊണ്ട് തലമുടി ചീകുന്ന പയ്യൻ്റെ അടുക്കിലേക്ക് ഒരു വര വരയ്ക്കണം. വലിയ കുത്തി അമുക്കി വരയ്ക്കണ്ട കേട്ടോ, പതിയെ വരച്ചാൽ മതി. തൂത്തുകളയണേലും തൂത്തുകളയണ്ടേ വേണ്ടി വന്നാലേ. അപ്പോൾ അതിന് വേണ്ടി അമർത്തി വരയ്ക്കേണ്ട, സാവധാനം വരച്ചാൽ മതി കേട്ടോ. മൃദുവായിട്ട് വരച്ചാൽ മതി. അടുത്തത് നോക്കാം. ഐ സീ മൈ ടീച്ചർ, ഞാൻ എൻ്റെ ടീച്ചറിനെ കാണുന്നു. അത് 1ാമത്തെ പടം കണ്ടില്ലേ, ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടെ നിൽക്കുന്നത്. ടീച്ചറും കുട്ടിയാണ്.
ഐ സീ മൈ ടീച്ചർ. അപ്പോൾ എന്ത് ചെയ്യണം? ഐ സീ മൈ ടീച്ചർ എന്നുള്ളിടത്തു നിന്ന് പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊരു വര ആ പടത്തിന് നേരെ വരയ്ക്കണം. അപ്പം മാച്ച് ചെയ്തു. അല്ല പിന്നെ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? അങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. ഐ ഈറ്റ് മൈ ഫുഡ്. ഞാൻ എൻ്റെ ആഹാരം കഴിക്കുന്നു. കണ്ടോ? ഒരു പെൺകുട്ടിയെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ? നാലാമത്. അപ്പോൾ അതെന്താണ്? ഐ ഈറ്റ് മൈ ഫുഡ് എന്നുള്ളത് അതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഐ ഈറ്റ് മൈ ഫുഡ് എന്നുള്ളിടത്തുനിന്ന് ഒരു വര ആ കുട്ടിയുടെ അടുക്കിലേക്ക് വരയ്ക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും അതിനെപ്പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഐ ഈറ്റ് മൈ ഫുഡ്. ആ കുട്ടി കണ്ടോ? ആ കുട്ടി പറയുന്ന ഐ ഈറ്റ് മൈ ഫുഡ് എന്ന്. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നു. ഐ ഹിയർ ദ ബെൽ റിങ്. ഞാൻ ബെല്ല് അടിക്കുന്നത് കേൾക്കുന്നു. മണി മുഴങ്ങുന്നത് കേൾക്കുന്നു. ഇല്ലേ? മണി മുഴങ്ങുന്നത് കേൾക്കുന്നു. അതങ്ങോട്ട് വരയ്ക്കും. ആ മണിയുടെ അടുക്കിലേക്ക് വരയ്ക്കുന്നത് കണ്ടോ? ഇച്ചിരി മുകളിലോട്ട് ചായച്ചങ്ങ് വരയ്ക്കണം. ഐ ഹിയർ ദ ബെൽ റിങ്. മൂന്നാമത്തെ പടത്തിലേട്ട ഒരു കുട്ടി അവിടെ നിന്ന് മണി മുഴങ്ങുന്നത് കേൾക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങോട്ടേക്ക് വരയ്ക്കണം. ദെൻ ഐ വോക്ക് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് നടക്കുന്നു. കണ്ടില്ലേ? ഏറ്റവും താഴത്തെ പടാത്ത സ്കൂളിലോട്ടൊരു കുട്ടി നടന്നു പോകുന്നതാണ്. ഐ വോക്ക് ടു സ്കൂൾ. അപ്പം താഴേക്ക് ചെരിച്ചങ്ങ് വരയ്ക്കണം അവസാനത്തെ പടത്തിലേക്ക്. അപ്പോൾ അതുമായിട്ട് മാച്ചാകുന്നുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ. കണ്ടില്ലേ? ഒരു കുട്ടി ഏറ്റവും താഴത്തെ പടത്തിൻ്റെ തൊട്ട് മുകളിൽ കണ്ട ഒരു കുട്ടി പന്തം തട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ? ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ പന്ത് കളിക്കുന്നു. ഞാൻ കാൽപന്ത് കളിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ശരി, ഞാൻ കാൽപന്ത് കളിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു വര ഇങ്ങനെ വരയ്ക്കണം. ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ കാൽപന്ത് കളിക്കുന്നു. അതാ കണ്ടില്ലേ ഒരു കുട്ടി പന്തം തട്ടിക്കൊണ്ട് പോകുന്നത്? അതുമായിട്ട് അങ്ങോട്ട് വരച്ച് കാണിക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം അല്ലേ? ഇത് 18ാമത്തെ പേജാണ് കേട്ടോ. 18ാമത്തെ പേജാണ്. ലെറ്റ് അസ് സ്പീക്ക് എന്ന് വായിച്ചേ. ലെറ്റ് അസ് സ്പീക്ക്. LET. ലെറ്റ് US അസ് സ്പീക്ക്. ലെറ്റ് അസ് സ്പീക്ക്. നമുക്കൊന്ന് പറയാം. നമുക്കൊന്ന് പറയാം. ലെറ്റ് അസ് സ്പീക്ക്. ലെറ്റർ സൗണ്ട്സ്. അക്ഷരങ്ങൾ എങ്ങനെയാണ്, അക്ഷരങ്ങളുടെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. FOX ഫോക്സ്. കണ്ടോ? FOX ഫോക്സ് എന്നാണ് വായിക്കുക. FOOT ഫുഡ്. FOOT ഫുഡ്. അടുത്തത് FISH ഫിഷ്. എങ്ങനെയാണ് F കൂട്ടിയാണ് വന്നത്? ഫോക്സ് ഫുഡ് ഫിഷ്. ഫോക്സ് ഫുഡ് ഫിഷ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ഫുട്ട് എന്ന് പറഞ്ഞാൽ കാൽപാദം. ഫിഷ് എന്ന് പറഞ്ഞാൽ മീൻ. അല്ലേ? ഫോക്സ് ഫുഡ് ഫിഷ് അല്ലേ? F കൊണ്ട് തുടങ്ങുന്നത്. കണ്ടോ? F കൊണ്ട്. അടുത്ത നോക്കി G കൊണ്ട് തുടങ്ങുന്നത്. താഴേക്കാണ്. മുകളിൽ ഗോട്ടുണ്ട്. അതിൻ്റെ താഴെ ഗേറ്റ് ഉണ്ട്. അതിൻ്റെ താഴെ ഗേളുണ്ട്. അപ്പോൾ നോക്കി എല്ലാ G കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഗോഡ്, ഗേറ്റ്, ഗേൾ. അതിൻ്റെ അടുത്തൊന്ന് നോക്കി H എഴുതിക്കുന്നുണ്ട്. Hന് താഴെ ഹൗസ്. അതിന് താഴെ ഹാൻഡ്. അതിനും താഴെ ഹട്ട്. കണ്ടില്ലേ? HOUSE ഹൗസ്. HAND ഹാൻഡ്. HUT ഹട്ട്. ഹട്ട് മീൻസ് കുടിലാണ്. IRON അയൺ. തേപ്പ് പെട്ടി. IRON അയൺ. ICE ഐസ്. INKPOT ഇൻക് പോട്ട്. കണ്ടോ? ഐ കൂട്ടിട്ടിലേക്ക് അയൺ, ഐസ്, ഇൻക് പോട്ട്. ജാക്കറ്റ്. ജാക്ക് ഫ്രൂട്ട്. ജഗ്. ജെ കൂട്ടി ആദ്യമുള്ള ജാക്കറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ജാക്ക് ഫ്രൂട്ട്. അതും കഴിഞ്ഞാലോ JUG ജഗ്. ജഗ് ഒരു പാത്രം, വെള്ളമൊക്കെ എടുക്കുന്ന പാത്രം. കണ്ടില്ലേ? ജഗ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജ് 19 നമുക്കതൊന്ന് വായിച്ച് നോക്കാം. സേ അലൗഡ്. ഉച്ചത്തിൽ വായിക്കണം. ഈച്ച് ലെറ്റർ, ഓരോ അക്ഷരങ്ങളും. ദെൻ എൻസർക്കിൾ ദ പിക്ചേഴ്സ് വിച്ച് ബിഗിൻസ് വിത്ത് ദ സെയിം ലെറ്റർ സൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? എൻസർക്കിൾ ദ പിക്ചർ. പിക്ചറിന് വട്ടം വരയ്ക്കണം. പിക്ചറിനെ ഒരു വട്ടത്തിലാക്കണം. അല്ലേ? വിച്ച് ബിഗിൻസ് വിത്ത് ദ സെയിം ലെറ്റർ സൗണ്ട്. ആ സൈഡിൽ തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന പടത്തിനെ വട്ടത്തിലാക്കണം. മനസ്സിലായില്ലേ? പെൻസിൽ ഉപയോഗിച്ചാൽ മതി. വട്ടം വരയ്ക്കണം ആ പടത്തിന് ചുറ്റും. ചുമ്മാ എല്ലാത്തിനും വരയ്ക്കാനല്ല. G എന്ന് കണ്ടില്ലേ? G വെച്ച് തുടങ്ങുന്ന വാക്ക് ഏതാണെന്ന് വെച്ചാൽ അതിൽ
ആദ്യം കാണുന്ന ജിയുടെ നേരെ കിടക്കുന്ന ആദ്യം ഒരു വീടാണ്, ഹൗസാണെന്ന്, അത് ജി കൊണ്ടല്ല തുടങ്ങുന്നത്. പിന്നെ ഉണ്ട് ഗേൾ, ഉണ്ടോ, ജി കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഗേളിനെ നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പുറത്ത് എന്നാ നോക്കാം, അയണാണ്, അതും ജി കൊണ്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ജി കൊണ്ട് തുടങ്ങുന്നതാണ് ആ പെൺകുട്ടി. അതിനെ ഒരു വട്ടത്തിലാക്കാം, ചുറ്റും ഒരു വട്ടം വരച്ച് ആ പെൺകുട്ടിയെ ഒരു വട്ടത്തിലാക്കിയിട്ടേക്കുക. മനസ്സിലായില്ലേ? അടുത്തത് നോക്കി, എഫ് ആണ്. എഫ് കൊണ്ട് തുടങ്ങുന്ന ഏതാണ്? ഫ്ലവർ, അത് എഫ് കൊണ്ട് തുടങ്ങും. അപ്പം എഫ് നമുക്ക് വട്ടത്തിലാക്കാം, ആ ഫ്ലവർ നമുക്ക് വട്ടത്തിലാക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഹോഴ്സാണ്, അത് എഫ് കൊണ്ടൊന്നുമല്ല തുടങ്ങുന്നത്. സ്റ്റാറും എഫ് കൊണ്ടല്ല. അപ്പോൾ നമ്മളുടെ വട്ടം വരച്ച് വെക്കേണ്ടത് ആ പൂവിന് ചുറ്റുമാണ്, ഫ്ലവറിന് ചുറ്റുമാണ്. അടുത്തതോ ജെ, കണ്ടോ, ജയ. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ജയ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വട്ടം വരയ്ക്കാം, ഒരു വട്ടത്തിലാക്കാം. ജാക്ക് ഫ്രൂട്ട്, ചക്ക, അതിനെ നമുക്ക് വട്ടത്തിലാക്കി വെക്കാം. അപ്പുറത്തെ ഹണി ബി ഒന്നും ജയ കൊണ്ടല്ല തുടങ്ങുന്നത്, ഹാൻഡും ജയ കൊണ്ടല്ല തുടങ്ങുന്നത്. അതൊക്കെ പോട്ടെ. അടുത്ത കണ്ട് എയ്ച്ച് കിടക്കുന്നത്, എയ്ച്ച്. അപ്പോൾ എയ്ച്ച് അതെ, ക്യാറ്റ് എയ്ച്ച് അല്ല, കൈറ്റ് എയ്ച്ച് അല്ല, പിന്നെ എന്താ എയ്ച്ച് കൊണ്ട് തുടങ്ങുന്നത്? ഹട്ട്, കണ്ടോ, ഹട്ട് മീൻസ് കുടിൽ, ചെറിയ വീട്, അത് എയ്ച്ച് കൊണ്ട് തുടങ്ങും. അപ്പോൾ ആ ചെറിയ വീട്ടിൽ നമ്മൾ വട്ടത്തിലാക്കുക അല്ലേ, അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കണം. അങ്ങനെയാണ് നമ്മളതിനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എൻസർക്കിൾ ദ പിക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചറിന് നമ്മൾ വട്ടം വരച്ച് അതിൻ്റെ അകത്താക്കണം. അപ്പം നമ്മൾ ആദ്യം വട്ടം വരയ്ക്കുന്നത് ആ പെൺകുട്ടിയുടെ ചുറ്റും, അതിൻ്റെ താഴെ ഫ്ലവറിന് വട്ടം വരയ്ക്കും, അതിന് താഴെ ജാക്ക് ഫ്രൂട്ടിന് വട്ടം വരയ്ക്കും, അതിന് താഴെ ഹൗസിന് വട്ടം വരയ്ക്കും, അല്ലെ ഹട്ടിന് വട്ടം വരയ്ക്കും. ഒരു ചെറിയ ഹട്ടാണ്, അതിന് വട്ടം വരയ്ക്കും. കണ്ടില്ലേ? അപ്പോൾ അത് ശരിയായി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.